ഈ സിനിമയിൽ ചില ഡയലോഗ്സ് ഉണ്ട്. അതായത് ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും മിനിമം 2 ആംഗിളെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പടത്തില് മനോജ് ഗേജന്റെ ഒരു ഹിന്ദി കവിതയുണ്ട്, ഗുൽമോഹർ കി സാത്ത് ദിൻ. അതൊക്കെ അങ്ങനെയുള്ള ചില തമാശകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ത്രൂ ഔട്ട് ബോറടിച്ചിരിക്കേണ്ടെന്ന് വരില്ല. ചില സമയത്ത് ഒരു ചിരി കിട്ടും. ഫുൾ ടൈം ചിരിയൊന്നുമില്ല, ഇടയ്ക്കൊരു ചിരി, പിന്നെ ഡൗൺ ആവും, വീണ്ടും ചിരി, പിന്നെ ഡൗൺ ആവും. എന്നാലും ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു തമിഴ്നാട് പ്ലോട്ട് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു. ഇനി ഇത്രയാണ് ഈ പടം എന്ന് പറയുന്നത്. പക്ഷെ രസമാണ് കേട്ടോ, ബോറടിക്കില്ല, കണ്ടിരിക്കുക. ഈ പടം ഒരു ഫീൽ ഗുഡ് ടൈപ്പ് പടമാണ്. നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം, അതുപോലെ തന്നെ എമൗണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ കയറുക. വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാരണ സിനിമ, ആ ഒരു മൈൻഡിൽ കയറിയാൽ മതി. പടത്തിന് മ്യൂസിക് ആയിട്ടുള്ളത് മുജീബ് മജീദാണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ഹരികൃഷ്ണൻ ലോഹിതദാസ് ആണ്. വലിയ സംഭവം ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ഈ രാജേഷ് മാധവനും അദ്ദേഹത്തിന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളും, അതായത് എൽദോസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്, അവരുടെ ഒരു സോങ് വരുന്നുണ്ട്, നായകന്റെ നായികയുടെ. ആ സോങ് കേട്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വലിയ അടിപൊളി സംഭവങ്ങളൊന്നുമില്ല. ഒരു കല്യാണം സിറ്റുവേഷൻ ഉണ്ട് ഈ പടത്തിൽ, അത് നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഒരുപാട് കണ്ടതാണ് ഈ നമ്മൾ ഈ തമാശകളിൽ, ഈ സ്കിറ്റില്ലേ, കോമഡി സ്കിറ്റിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സോ ഇതാണ് ഒരു 2 മണിക്കൂർ 10-15 മിനിറ്റുള്ള ദേവദത്ത് ഷാജിയുടെ ധീരൻ. കാണാം. വലിയ പുതുമയോ അല്ലെങ്കിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കണ്ടിരിക്കാം, ചിരിക്കാം, തീർന്നു. ഇതാണ് ധീരൻ.